ഹായ് എവരിവൺ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ സുവോളജിയിലെ 4ാമത്തെ ചാപ്റ്ററായ ബയോമോളിക്യൂൾസ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ സുവോളജിയിലെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് തുടങ്ങാം. ഞാൻ അറിയോ, ഞാൻ നിങ്ങളുടെ ഒരു ലിവറിൻ്റെ കഷ്ടപ്പെടുത്തു, ചെറിയൊരു ലിവറിൻ്റെ കഷ്ടപ്പെടുത്തു. ഓക്കെ, എത്രയാണ് എടുത്തത്? വെറും 100 ഗ്രാം. ഒരു 100 ഗ്രാം ലിവർ എനിക്ക് തരൂലേ? ഒരു 100 ഗ്രാം ലിവർ എടുത്തു. പിന്നെ അടുത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫ്ലവറാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലവർ ഏതാണ്? യെസ്, ചെമ്പരത്തി. ഓക്കെ അല്ലേ? റോസ്. എന്ത് റോസാണ്? ചൈന റോസ്. 100 ഗ്രാം എന്ത് ചെയ്തു? ചെമ്പരത്തി എടുത്തു. എനിക്ക് പോരാ, ഇത് രണ്ട് ലിവിങ് ഓർഗാനിസാണ്. എനിക്ക് നോൺ ലിവിങ് തിങ് വേണം. ആരാണ്? നിങ്ങൾ നിൽക്കുന്ന നിങ്ങളുടെ കാൽപ്പാദം പറഞ്ഞ് ഞാൻ മണ്ണ് എടുത്തു. അത് ആ മണ്ണ് എടുക്കുന്ന പേരാണെന്ത്? എർത്ത് ക്രസ്റ്റ്. ഓക്കെ, അല്ലെങ്കിൽ എർത്ത്സ് ക്രസ്റ്റ്. ഓക്കെ, ഇതെടുത്തു. ഇത് 100 ഗ്രാം എടുത്തു. ഒക്കെ ഒരേ എമൗണ്ട് ആണ്. എനിക്ക് സംശയം എന്താ അറിയോ, ഇതിലേതൊക്കെ എലമെന്റ്സ് എന്ന് അറിയണം. അതെന്താണ്? നമുക്ക് 100 എലമെന്റിൽ ഏതാണ്? ഹൈഡ്രജൻ, ഹീലിയം, ബെറിലിയം, ബോറോൺ. ഓക്കെ അല്ലേ? എനിക്ക് ഇതിൽ ഏതൊക്കെ എലമെന്റ്സ് എന്ന് അറിയണം. ഞാൻ നോക്കി ചെക്ക് ചെയ്തു. ഞാൻ ലിവർ കാണേണ്ട എലമെന്റ്സ് ഇതൊക്കെ അറിയോ? ഒന്നാമത്താണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ എക്സെട്ര. ഞാൻ നോക്കി ഈ ചെമ്പരത്തി നോക്കി നോക്കിയപ്പോൾ എന്താ കിട്ടിയത്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ എക്സെട്ര. ഞാൻ എട്ടിപ്പോയി, രണ്ടും സെയിമാ. നേരെ ഇത് ഏർത്ത് നോക്കി. ഏർത്ത് കണ്ടാൽ ആരൊക്കെയാണെന്നറിയോ? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ എക്സെട്ര. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, ഏർത്തിലുള്ളതും നമ്മുടെ ലിവിങ് സിസ്റ്റത്തിലൊക്കെ ഉള്ളതാണ് ഒരേ എലമെന്റ്സാണ്. മനസ്സിലായി? എനിക്ക് സംശയം, ആരാണ് ഏറ്റവും കൂടുതലുള്ളത്? ലിവിങ് ഓർഗാനിസിലാണോ ഏർത്തിലാണോ കൂടുതൽ എലമെന്റ്സ്? ഞാൻ ചെക്ക് ചെയ്യണം. ഞാൻ നോക്കിയപ്പോൾ ലിവിങ് ഓർഗാനിസിലാണ് എലമെന്റ്സ് കൂടുതൽ കമ്പയർ ടു എർത്ത്. അങ്ങനെ ഏതെങ്കിലും കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഒരേ എമൗണ്ട് ആൾക്കാരെ കമ്പയർ ചെയ്യുമ്പോൾ ആർക്കാണ് കൂടുതലും കണ്ടുപിടിക്കാനൊക്കെയാണ് റിലേറ്റീവ് അബണ്ടൻസ്. ഓർത്ത് വെക്കുക, റിലേറ്റീവ് അബണ്ടൻസ്. ഓക്കെ, അതായത് ഇപ്പം ഇതാണ് എന്നേക്കാൾ എന്താണ് ഹൈറ്റ് കൂടിയാണ് എൻ്റെ ഫ്രണ്ട്, അല്ലെങ്കിൽ എന്താണ് എന്നേക്കാളും ബുദ്ധി കൂടിയാണ് എൻ്റെ ഫ്രണ്ട്. നമ്മൾ പറഞ്ഞ കളിയാക്കല്ലേ? ഓക്കെ അല്ലേ? അതുപോലെ നമ്മൾ കമ്പയർ ചെയ്യണം വിളിക്കുകയാണ് റിലേറ്റീവ് അബണ്ടൻസ്. അപ്പം ഞാൻ എടുത്ത് നോക്കിയാൽ 100 ഗ്രാം ലിവർ എടുത്തു, 100 ഗ്രാം ചെമ്പരത്തി എടുത്തു, 100 ഗ്രാം എർത്ത് എടുത്തു. ഒക്കെ സെയിമാ. അത് ഏറ്റവും എലമെന്റ്സ് കാണപ്പെടുന്നത് എവിടെയാണ്? നമ്മുടെ ലിവിങ് ഓർഗാനിസിലാണ് കമ്പയർ ടു എർത്ത്. എനിക്ക് പിന്നെ കൗതുകം, പണ്ടേ കൗതുകം നമുക്ക് വിഷയം കൂടുതലാണല്ലോ. ഞാൻ എന്ത് ചെയ്തു, ഇനി ഈ ലിവിങ് ഓർഗാനിസിൽ എന്തൊക്കെ മോളിക്യൂൾസ് ആണെന്ന് എനിക്ക് അറിയണം. ഞാൻ നോക്കിയപ്പോൾ ലിവർ കണ്ട ആരൊക്കെ അറിയോ? ലിവർ കണ്ട ഒന്നാമത്തെ ആൾ വിളിക്കുന്ന പേരാണ് ഗ്ലൂക്കോസ്. ലിവറിൽ ആരുണ്ട്? ഗ്ലൂക്കോസ് ഉണ്ട്. പിന്നെ കണ്ടാരാണ്? അമിനോ ആസിഡ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്. പിന്നെ ആരാളത്? DNA ഉണ്ട്. എടാ, DNA എങ്കിൽ ഒപ്പം ആരുണ്ടാവും? RNA ഉണ്ടാവും. പിന്നെ നോക്കിയപ്പോൾ കണ്ട ആരൊക്കെ അറിയോ? കുറച്ച് സൾഫർ, ഫോസ്ഫറസ്, പിന്നെ ഒരാൾ വാട്ടർ, ക്ലോറിൻ അയോണ്, Na+, K+, ഇവരെ കണ്ടു. ഇതേ തന്നെയാണ് ആർക്ക് കണ്ടത്? നമുക്ക് റോസിലും കണ്ടത്. ഓക്കെ അല്ലേ? ഏർത്തിൽ പിന്നെ എന്താണ്? എലമെന്റ്സ് ഉണ്ട്. ഓക്കെ അല്ലേ? ഞാൻ നോക്കിപ്പോയി, ഇതൊരു ജനറൽ ട്രെൻഡ് ഉണ്ട്. എന്താ ജനറൽ ട്രെൻഡ് പറഞ്ഞാൽ? നോക്കിയോ, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, പ്രോട്ടീൻ, DNA, RNA. എടാ, ഇവരൊക്കെ കോമൺ ആയിട്ട്. എടാ, ഇവരൊക്കെ ആരൊക്കെ ഉണ്ടാക്കിയ മോളിക്യൂൾസാ? ഇവരൊക്കെ കാർബൺ കൊണ്ടുണ്ടാക്കിയ മോളിക്യൂൾസാ. എന്തുണ്ടാക്കിയതാണ്? കാർബൺ. അപ്പം നമ്മുടെ ബോഡിയിൽ നിന്നുണ്ട് കാർബൺ കൊണ്ടുണ്ടാക്കിയ മോളിക്യൂൾസ് ഉണ്ട്. ഇവർ കാർബൺ ഉണ്ടോ? ഫോസ്ഫറസ് ഇല്ല, സൾഫർ ഇല്ല, വാട്ടർ ഇല്ല, ക്ലോറിൻ ഇല്ല, എന്താണ് Na+ ഇല്ല, K+ ഇല്ല. ഇവരൊക്കെ കാർബൺ ഇല്ലാത്ത മോളിക്യൂൾസ് അല്ലേ? അപ്പോൾ നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന 2 ആൾക്കാരുണ്ടാണ്, ഓൾ കാർബൺ കോമ്പൗണ്ട്സും കാർബൺ ഇല്ലാത്ത കോമ്പൗണ്ട്സും. ഈ കാർബൺ ഉള്ള കോമ്പൗണ്ട്സ് ഞാൻ വിളിക്കുന്ന പേരാണ്, നോക്കിക്കോ, ഈ കാർബൺ ഉള്ള മോളിക്യൂൾസ് ഞാൻ വിളിക്കുന്ന പേരാണ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ആരാ വിളിക്കുക? ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഓക്കെ, കാർബൺ ഇല്ലാത്ത ഇവരെ ഞാൻ വിളിക്കുന്ന പേരാണ് ഇനോർഗാനിക് കോമ്പൗണ്ട്സ്. മനസ്സിലായോ? എല്ലാം നമ്മുടെ ലിവിങ് ഓർഗാനിസിൽ കാണപ്പെടുന്ന ഓൾ കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് വിളിക്കുന്ന പേരാണ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ലിവിങ് ഓർഗാനിസിൽ കാണപ്പെടുന്ന എല്ലാ കാർബൺ ഇല്ലാത്ത കോമ്പൗണ്ട്സ് വിളിക്കുന്ന പേരാണ് എന്ത്? ഇനോർഗാനിക് കോമ്പൗണ്ട്സ്. നമ്മുടെ ബോഡി എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്? ഓർഗാനിക് കോമ്പൗണ്ട്സും ഇനോർഗാനിക് കോമ്പൗണ്ടും കൊണ്ടാണ്. ഓക്കെ അല്ലേ? വെച്ചോ, ഈ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, പ്രോട്ടീൻ, DNA, RNA അല്ലേ? ഇവർ കാർബൺ അല്ലേ? ഈ കാർബൺ ഉള്ള ഈ മോളിക്യൂൾസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബയോമോളിക്യൂൾസ്. മനസ്സിലായോ? അതായത് ഒരു ലിവിങ് ഓർഗാനിസത്തിലുള്ള ഓൾ കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് വിളിക്കുന്ന പേരാണ് ബയോമോളിക്യൂൾസ്. നോക്കിക്കോ, നോക്കുക, ബയോമോളിക്യൂൾസ്, ഓൾ കാർബൺ കോമ്പൗണ്ട് പ്രസന്റ് ഇൻ ദി ലിവിങ് ടിഷ്യൂ. ഞാൻ പറഞ്ഞിരുന്നു ലിവിങ് ടിഷ്യൂവിൽ 2 ആൾക്കാരുള്ളത്. ഒന്നാരാണ്? കാർബൺ കോമ്പൗണ്ട്സ് വിളിക്കുന്ന പേരാണ് ഓർഗാനിക് മോളിക്യൂൾസ് അല്ലേ? മറ്റേ കാർബൺ അല്ലാത്ത മോളിക്യൂൾസ് വിളിക്കുന്ന എന്തായിരുന്നു? ഇനോർഗാനിക് മോളിക്യൂൾസ്. ഈ ഓർഗാനിക് മോളിക്യൂൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബയോമോളിക്യൂൾസ്. നമ്മുടെ ചാപ്റ്റർ ഏതാണ്? ഓൾ കാർബൺ കോമ്പൗണ്ട് പ്രസന്റ് ഇൻ ദി ലിവിങ് സിസ്റ്റം. ഗ്ലൂക്കോസ്, പ്രോട്ടീൻ, അമിനോ ആസിഡ്, ഫാറ്റ് എക്സെട്ര. ബാക്കിയുള്ള സോഡിയം അയോണും ക്ലോറിൻ ഒക്കെ വിളിക്കുന്ന പേരാണ് ഇനോർഗാനിക് കോമ്പൗണ്ട്സ്. ഡിഫറൻസ് മനസ്സിലായല്ലോ? ഈ ഓർഗാനിക് കോമ്പൗണ്ട് ഇനോർഗാനിക് കോമ്പൗണ്ട് കൂടി ചേർന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് സെല്ല് അല്ലെങ്കിൽ ലിവിങ് സിസ്റ്റം. എന്താ വിളിക്കാം? കിട്ടിയില്ലേ? ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ എന്തായിരുന്നു, ഏർത്തിനേക്കാൾ അപേക്ഷിച്ച് ലിവിങ് സിസ്റ്റത്തിലാണ് എന്ത് ചെയ്യുന്നത്? എലമെന്റ്സിന് അളവ് കൂടുതൽ പറഞ്ഞില്ലേ? ഒരു ചാർട്ട് ഉണ്ട്, NCERT എന്നൊക്കെ നോക്കിക്കോ. ഹൈഡ്രജൻ ആർക്കാ കൂടുതൽ? ഹ്യൂമൻ ബോഡി. കാർബണോ? ഹ്യൂമൻ ബോഡി. ഓക്സിജൻ ഹ്യൂമൻ ബോഡി. നൈട്രജൻ ഹ്യൂമൻ ബോഡി. സൾഫറും ഹ്യൂമൻ ബോഡി. അതായത് ഇത്രയും ആൾക്കാർ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ്? ഹ്യൂമൻ ബോഡിയിലാണ്. ആരൊക്കെ? ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ.
നേരെ മറിച്ച് നോക്കിയേ, സോഡിയം ആർക്കാ കൂടുതൽ? സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, സിലിക്കൺ, ഇതൊക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആൾക്കാർ എവിടെയാണ്? നമ്മുടെ എർത്താണ്. അപ്പോൾ എർത്തിന് ഡോമിനൻ്റ് ആയിട്ട് ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ ലിവിങ് സിസ്റ്റത്തിലുണ്ട്. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കട്ടോ. രണ്ട് കാര്യം ഏതാണ്? ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ, സൾഫർ എവിടെയാണ് കൂടുതൽ? ഹ്യൂമൻ ബോഡിയിലും. സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, സിലിക്കൺ എവിടെയാണ്? എർത്തിലുണ്ടാവുക. അപ്പോൾ ഞാൻ പറഞ്ഞ ചിത്രങ്ങളാണ് കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് വിളിക്കപ്പെടുന്നതാണ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. കാർബൺ ഇല്ലാത്താണെങ്കിലോ യെസ് ഇനോർഗാനിക് കോമ്പൗണ്ട്സ്. ഇനി എനിക്കെന്നറിയോ, എൻ്റെ ബോഡിയിൽ ഏതൊക്കെ ഓർഗാനിക് കോമ്പൗണ്ട് എന്നും ഇനോർഗാനിക് കോമ്പൗണ്ട് എന്നും തിരിച്ചറിയണം. അതിന് ടെസ്റ്റ് ഉണ്ട്, നോക്കിക്കോ. നമ്മുടെ ബോഡിയിലെ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ കണ്ടുപിടിക്കുന്ന ടെസ്റ്റ് വിളിക്കുന്ന പേരാണ് ആസിഡ് ടെസ്റ്റ്. എന്താ ടെസ്റ്റ് വിളിക്കുന്ന പേര്? ആസിഡ് ടെസ്റ്റ്. ഓർഗാനിക് കോമ്പൗണ്ട് കണ്ടുപിടിക്കുന്ന ടെസ്റ്റാണ് ആസിഡ് ടെസ്റ്റ്. എന്താ റിസൾട്ട്? നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഓക്കെ, ശ്രദ്ധിച്ചോ. ഞാൻ ചെയ്യുന്ന പണി എന്താ അറിയോ? ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടാക്കാൻ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ബോഡിയിൽ നിന്ന് കുറച്ച് സെൽസ് എടുത്തു. ഫോർ എക്സാമ്പിൾ ഞാൻ ലിവർ എടുത്തു. ഈ ലിവർ ഞാൻ എന്ത് ചെയ്തു? ഒരു ആസിഡിലേക്ക് ഇട്ടു. ആസിഡ് വിളിക്കുന്ന പേരാണ് ട്രൈക്ലോറോ അസറ്റിക് ആസിഡ്. ഈ ആസിഡ് എന്ത് ചെയ്തു? ഒഴിച്ചു ലിവറിലേക്ക്. എന്തിനാ എടുക്കുന്ന അറിയോ? മോട്ടാർ ആൻഡ് പെസ്റ്റ് എന്ന സാധനം. എന്താ സംഭവം? നമ്മുടെ പണ്ട് വലിയമാർക്ക് ഇഞ്ചി കുത്തുന്ന സാധനം കണ്ടില്ലേ? അതിലേക്ക് ഇട്ടു. എന്നിട്ട് ലിവർ ഇട്ടു, ആസിഡ് ഇട്ടു, നല്ലോണം അരച്ചു. അരയ്ക്കുമ്പോൾ എനിക്ക് ഒരു പേസ്റ്റ് കിട്ടൂലേ? നോക്കിക്കോ. ടെസ്റ്റിങ് ആയിരുന്നത് അതെന്ത് ചെയ്തു? ലിവർ എടുത്തു. ലിവർ എന്ന് ആരാണ്? ഒരു ടിഷ്യൂ. ഓക്കെ, ഒരു ടിഷ്യൂ എടുത്തു. ആ ലിവർ ഞാൻ ചെയ്തു ആസിഡായിട്ട്. ആസിഡ് വിളിക്കുന്ന പേരാണ് ട്രൈക്ലോറോ അസറ്റിക് ആസിഡ്. ട്രൈക്ലോറോ അസറ്റിക് ആസിഡ് അത് വിളിക്കുന്ന പേരാണ് CCl3COOH. ഇതാണ് ട്രൈക്ലോറോ അസറ്റിക് ആസിഡ്. ഇത് നല്ലോണം ചെയ്തു അരച്ചു ബൈ യൂസിങ് മോട്ടാർ ആൻഡ് പെസ്റ്റ്. നല്ലോണം അരച്ചപ്പോൾ എനിക്കൊരു പേസ്റ്റ് കിട്ടി. ആ പേസ്റ്റ് വിളിക്കുന്ന പേരാണ് സ്ലറി. ഓക്കെ അല്ലേ? നല്ല കോയമ്പ് പോലെ സ്ലറി കിട്ടി. ഈ സ്ലറിയിൽ എന്തുണ്ട്? ആസിഡും ഉണ്ട്, ലിവറും ഉണ്ട്. ഞാൻ സ്ലറി എന്താ ഒരു കോട്ടൺ ഉപയോഗിച്ച് നല്ലോണം അരിച്ചു. ഒരു കോട്ടൺ എടുത്തു, അതിലേക്ക് അരിച്ചപ്പം ഈ സ്ലറിയിൽ ആസിഡിൽ മിക്സ് ആൾക്കാരല്ലേ? ആസിഡിൽ മിക്സ് ആൾക്കാർക്ക് എന്ത് ചെയ്തു? താഴത്തേക്ക് വന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ഫിൽട്രേറ്റ്. അതായത് നമ്മൾ ചായ അരിക്ക് നോക്കിയേ, ചായ അരിച്ചപ്പോൾ സംഭവിക്കുന്നതാണ് ചായ താഴത്തേക്ക് വരും, ചണ്ടി മുകളിൽ കിടക്കൂലേ? അതുപോലെ ഈ സ്ലറി ഫിൽട്ടർ ചെയ്തപ്പം താഴത്തേക്ക് എന്ത് ചെയ്തു? ഒരാൾ ഊർന്നിറങ്ങി, അതിനെ വിളിക്കുന്നതാണ് ഫിൽട്രേറ്റ്. ചായന് ചണ്ടി പോലെ എന്ത് ചെയ്തു? ഒരാൾ മുകളിൽ കിടന്നു, അതിനെ വിളിക്കുന്ന പേരാണ് റീടെൻഷിയേറ്റ്. ഓക്കെ, റീടെൻഷിയേറ്റ്. ഞാൻ ചോദിക്കട്ടെ, അതായത് സ്ലറിയിൽ നിന്നാണ് നമ്മൾ ആരാളുള്ളത്? സെൽസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്ലറി അരിച്ച സമയത്ത് എന്ത് ചെയ്തു? ആസിഡ് സൊല്യൂബിൾ ആക്കുക താഴത്തേക്ക് വന്നില്ലേ? എങ്കിൽ ഇവനെ വിളിക്കുന്ന പേരാണ് ആസിഡ് സൊല്യൂബിൾ പൂള്. ആസിഡ് സൊല്യൂബിൾ ആക്കാൻ മാത്രമേ താഴത്ത് വരുവാൻ അവരെ വിളിക്കുന്ന പേരാണ് ആസിഡ് സൊല്യൂബിൾ പൂള്. ഫിൽട്രേറ്റ് കാണപ്പെടുന്നത്. ഇനി മോളിൽ ചണ്ടി കാണപ്പെടുന്നതോ അല്ലെങ്കിൽ റീടെൻഷൻ കാണപ്പെടുന്നതോ ആസിഡിൽ മിക്സ് ആത്ത ആൾക്കാർ, അവർ വിളിക്കുന്ന പേരാണ് ആസിഡ് ഇൻസൊല്യൂബിൾ പൂള്. ആസിഡ് ഇൻസൊല്യൂബിൾ പൂൾ. കിട്ടിയോ? ഒന്ന് ശ്രദ്ധിച്ചോ. എന്ത് ചെയ്തു? നമ്മൾ ലിവറും ടിഷ്യൂ എടുത്തു, അതിനെ നമ്മൾ അരിച്ചു. അരിക്കുന്ന വിളിക്കുന്ന പേരാണ് ഗ്രൈൻഡിങ്. ആ ഗ്രൈൻഡിങ് ഉപയോഗിച്ച മെഷീൻ വിളിക്കുന്ന പേരാണ് മോട്ടാർ ആൻഡ് പെസ്റ്റിൽ. ആ ഗ്രൈൻഡ് ചെയ്തപ്പോൾ സ്ലറി കിട്ടി. ആ സ്ലറി ഫിൽട്ടർ ചെയ്തു. ആസിഡ് മിക്സ് ആൾക്കാർ താഴത്തേക്ക് വന്നു, അതിനെ വിളിക്കുന്ന പേരാണ് ഫിൽട്രേറ്റ്. അതിൽ കാണപ്പെടുന്നതാണ് ആസിഡ് സൊല്യൂബിൾ പൂള്. ആസിഡ് മിക്സ് ആത്ത ആൾക്കാർ എന്ത് ചെയ്തു? ആ കോട്ടൽ എന്ത് ചെയ്തു? ഡെപ്പോസ് ചെയ്തു. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റീടെൻഷിയേറ്റ്. അതിലാരുണ്ടാവുക? ആസിഡ് ഇൻസൊല്യൂബിൾ പൂള്. എന്ത് ചെയ്തു? സയന്റിസ്റ്റ് പോയിട്ട് എന്ത് അറിയോ? ഈ ആസിഡ് സൊല്യൂബിൾ പോയി എടുത്തു, ലാബിൽ കൊണ്ട് എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ ഇത് നമുക്ക് ഒരുപാട് ഓർഗാനിക് മോളിക്യൂൾസ് കിട്ടി. ഇതിൽ നമുക്ക് ഒരുപാട് ഓർഗാനിക് മോളിക്യൂൾസ് കിട്ടി. നോക്കിയത് ആരാ കിട്ടിയത്? ഓർഗാനിക് മോളിക്യൂൾസ്. ആരൊക്കെ ഉണ്ടാവുക? ചെറിയ മോളിക്യൂൾസ് താഴത്തേക്ക് അയച്ചിറങ്ങുക. അതായത് ആരൊക്കെ ഉണ്ടാവുക? അമിനോ ആസിഡ്, ഗ്ലൂക്കോസ് എക്സെട്രാ കിട്ടുക. ഇതുകൊണ്ട് നോക്കി വന്നാൽ ഇതിൽ ചണ്ടിൽ വലിയ മോളിക്യൂൾസ് ഉണ്ടാവുക. ഇതിൽ നമുക്ക് എന്തിനാണ് കിട്ടിയത്? ഓർഗാനിക് മോളിക്യൂൾസ് തന്നെയാണ് കിട്ടിയത്. മാത്രമല്ല അവർക്ക് വെയിറ്റ് കൂടുതലായിരിക്കും. അവരെ വിളിക്കുന്ന പേരാണ് പ്രോട്ടീന്, അതുപോലെ ഫാറ്റ്, ദെൻ DNA അങ്ങനെ കിട്ടി. ഓക്കെ അല്ലേ? അങ്ങനെ ഈ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ കണ്ടുപിടിക്കുന്ന ടെസ്റ്റ് വിളിക്കുന്ന പേരാണ് ആസിഡ് ടെസ്റ്റ്. അതിന് യൂസ് ചെയ്ത ആസിഡാണ് ട്രൈക്ലോറോ അസറ്റിക് ആസിഡ്. ഇപ്പോൾ നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ട് കിട്ടിയില്ലേ? അപ്പോൾ എൻ്റെ ബോഡി കാണപ്പെടുന്ന എല്ലാ ഓർഗാനിക് കോമ്പൗണ്ട് കിട്ടി. ചെറിയ ആൾക്കാരുണ്ട്, വലിയ ആൾക്കാരുണ്ട്. ചെറിയ ആൾക്കാരാണ് ആര്? ആസിഡ് സൊല്യൂബിൾ പൂള്. വലിയ മോളിക്യൂൾസ് വിളിക്കുവാണ്ട് ആസിഡ് ഇൻസൊല്യൂബിൾ പൂള്. ഇത് ഓർത്ത് വെക്കുക. അപ്പോൾ എനിക്ക് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ കിട്ടിയേ, എനിക്ക് എൻ്റെ ഇനോർഗാനിക് കോമ്പൗണ്ട്സ് കിട്ടണ്ടേ? അത് എൻ്റെ ബോഡി കാണപ്പെടുന്നില്ല. സൾഫർ, ഫോസ്ഫറസ് ആൾക്കാർ കിട്ടണ്ടേ? ഇനോർഗാനിക് കോമ്പൗണ്ട്സിനെ കണ്ടുപിടിക്കുന്ന ടെസ്റ്റ് വിളിക്കുന്ന പേരാണ് ആഷ് ടെസ്റ്റ്. ചെയ്യുന്നവരാണെന്ന് അറിയോ? ശ്രദ്ധിച്ചോ. ആദ്യം നമ്മൾ ഒരു ടിഷ്യൂ എടുത്തു. ഒരു ടിഷ്യൂ എടുത്തു. ഈ ടിഷ്യൂവിൽ നമുക്ക് എന്ത് ചെയ്യണം? ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാവില്ലേ? കാരണം ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് കൂടുതൽ കാണപ്പെടുന്നത്. നമുക്ക് ഇനോർഗാനിക് കോമ്പൗണ്ട് കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ടിഷ്യൂന്ന് ഓർഗാനിക് കോമ്പൗണ്ട് മൊത്തം റിമൂവ് ചെയ്യണം. ഞാൻ ആദ്യം ചെയ്ത പ്രോസസ് അറിയോ? ടിഷ്യൂവിനെടുത്ത് നല്ലോണം ഇത് വെയ് ചെയ്തു. ടിഷ്യൂവിനെ ഫസ്റ്റ് വേ ചെയ്യുമ്പോൾ വാട്ടർ ഉണ്ടാവില്ല. അതിനെ വിളിക്കുന്ന പേരാണ് വെറ്റ് വെയിറ്റ്. വേ ചെയ്തു. പിന്നെ ഞാൻ ഇവർ എന്ത് ചെയ്തു? നല്ലോണം ചെയ്തൊരു ഓവനെ കൊണ്ട് വെച്ച് നല്ലോണം ഉണക്കി. ഓവനെ കൊണ്ട് വയ്ക്കുന്നതാണ് വാട്ടർ മൊത്തം എന്ത് ചെയ്യും? എസ്കേപ്പ് ആയി പോകും. വാട്ടർ മൊത്തം എസ്കേപ്പ് ആയി പോലെ. എന്നിട്ട് ബാക്കി ഉണ്ടാകുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ്
ഡ്രൈ വെയിറ്റ്. ഓക്കെ, വാട്ടർ ഇല്ലാത്ത ആളുകൾക്ക് പേരാണ് ഡ്രൈ വെയിറ്റ്. നല്ലോണം എന്ത് ചെയ്തു നമ്മൾ ഉണക്കി. നെക്സ്റ്റ് എന്താണെന്നറിയോ, എനിക്ക് എന്താണ് എല്ലാ കാർബണും പൊക്കണം. എന്താണ് കാർബൺ ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഞാൻ ഒന്നും ചെയ്ത് ചെയ്തു, ഒരു പാത്രം എടുത്തു, നല്ലോണം എന്ത് ചെയ്തു, ലിവർ വെച്ചു, ഒരു തീ എടുത്ത് ഒറ്റ കത്തിക്കല. കത്തുമ്പോൾ സംഭവിക്കുന്നത് എന്താ ചെയ്യുക, ഈ കാർബൺ മോളിക്യൂൾസ് എല്ലാം നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇവരൊക്കെ എന്ത് ചെയ്യും, ഓക്സിജൻ പ്രസൻസിൽ ഓക്സിഡൈസ് ചെയ്ത് പോകും. ഓക്കെ അല്ലേ. അങ്ങനെ ഞാൻ നല്ലോണം ചെയ്തു ബേൺ ചെയ്തു, കത്തിച്ചു, ബേൺ കത്തിച്ചപ്പം എല്ലാ കാർബൺ കണ്ടെയ്ൻ മോളിക്യൂൾസ് എന്തായി മാറി, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആയിട്ട് എന്ത് ചെയ്ത് പോയി. നമുക്ക് വാട്ടർ കാണാൻ പറ്റില്ല കത്തിക്കുമ്പോൾ. നിങ്ങൾ കത്തിക്കുമ്പോൾ വാട്ടർ കാണാനല്ലോ എന്താ സംഭവിക്കുന്നത്, വാട്ടർ ഇവാപ്പറേറ്റ് അങ്ങ് പോയിക്കോളൂ. അങ്ങനെ എല്ലാ കാർബൺ കോമ്പൗണ്ട്സും പോയി. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട് മാത്രം പോയല്ലോ, ബാക്കി ആര് മാത്രമേ ഉണ്ടാവൂ, ബാക്കി ഉണ്ടാവുന്ന ആളെ വിളിക്കുന്ന പേരാണ് ആഷ്, ചാരം. നിങ്ങൾ വീട്ടിലൊക്കെ ചെയ്ത എന്താണ്, കുറേ വൈക്കോൽ എന്തെങ്കിലും കൂട്ടി ഒറ്റ കത്തിക്കല. കത്തിക്കുമ്പോൾ എന്ത് ചെയ്യും, വലിയൊരു മാസം മൊത്തം എന്ത് ചെയ്യും, പുകയിപ്പം ബാക്കി കുറച്ചാൾ കിട്ടും. ആ ആഷ് വിളിക്കുന്ന ആ ആളെ വിളിക്കുന്ന ആഷ്. ഈ ആഷിന് മക്കളെ ആര് മാത്രമേ ഉണ്ടാവൂ, ഇനോർഗാനിക് കോമ്പൗണ്ട്സ്. കാരണം ഓർഗാനിക് കോമ്പൗണ്ട്സ് ഒക്കെ എന്തായി മാറി, കത്തിച്ചപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് മാറി. ഈ ആര് മാത്രമേ ഉണ്ടാവും, ഇനോർഗാനിക് കോമ്പൗണ്ട്സ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്ന ഇനോർഗാനിക് കോമ്പൗണ്ട്സിനെ കണ്ടുപിടിക്കുന്ന ടെസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ആഷ് ടെസ്റ്റ്. ആരൊക്കെ ഉണ്ടാവുക, ഫോസ്ഫറസ്, നൈട്രജൻ, സൾഫർ, ഗോൾഡ്. ഗോൾഡ് ഉണ്ടാവുമോ, ഗോൾഡൊക്കെ ഉണ്ടാവും. നമ്മുടെ ബോഡി ഗോൾഡ് ഉണ്ട്. ഏകദേശം നമ്മൾ അരിക്കാൻ നിൽക്കേണ്ട, കിട്ടില്ല, വളരെ മൈനറ്റ് എമൗണ്ട് മാത്രമേ ഉണ്ടാവും ഗോൾഡ് ബ്ലഡിൽ. ഓക്കെ അല്ലേ. അപ്പോൾ എന്താണ്, ഇങ്ങനെ ഇനോർഗാനിക് കമ്പൗണ്ട് കണ്ടുപിടിക്കുന്ന ടെസ്റ്റ് വിളിക്കുമ്പോഴാണ് ആഷ് ടെസ്റ്റ്. സ്റ്റെപ്പ് എന്തായിരുന്നു, ടിഷ്യൂ എടുത്തു, ജസ്റ്റ് കത്തിച്ചു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, നമ്മളെന്താണ്, നിങ്ങൾ വീട്ടിലുള്ള ഫാദറൊക്കെ എന്ത് ചെയ്യാറുണ്ട്, കുറേ കരിയില കുട്ടിച്ച് കത്തിക്കും. എന്തിനാണ്, കരി കത്തിക്കുമ്പോൾ നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ട്സ് വേറെ വൈക്ക് കിട്ടും. ഓർഗാനിക് കോമ്പൗണ്ട് മൊത്തം എന്ത് ചെയ്യും, ബേൺ ചെയ്ത് പോകും. ബാക്കി എന്താണ്, ആ എസൻസിന് വിളിക്കുന്ന പേരാണ് ആഷ്. ഇറ്റ്സ് എ ഗുഡ് ഫെർട്ടിലൈസർ. കാരണം എന്താണ്, നൈട്രജനും ഫോസ്ഫറസും സൾഫറൊക്കെ ഉള്ളത്. ഓക്കെ അല്ലേ. അതിന് വിളിക്കുന്ന പേരാണ് ആഷ് ടെസ്റ്റ്. ഇനോർഗാനിക് കോമ്പൗണ്ട് കണ്ടുപിടിക്കുന്ന ടെസ്റ്റാണ് ആഷ് ടെസ്റ്റ്. ഓർഗാനിക് കോമ്പൗണ്ട് കണ്ടുപിടിക്കുന്ന ടെസ്റ്റാണ് എന്ത്, ആസിഡ് ടെസ്റ്റ്. ഓക്കെ അല്ലേ, ഓർത്ത് വെക്കുക. നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ആരൊക്കെ ഉണ്ട് മനസ്സിലാക്കില്ല, ആരാണ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ട്, ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ട്. അതെന്താണ്, കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് വിളിക്കുമ്പോഴാണ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, ബയോമോളിക്യൂൾസ്. കാർബൺ ഇല്ലാത്ത കോമ്പൗണ്ട്സോ ഇനോർഗാനിക് കോമ്പൗണ്ട്സ് അല്ലേ. അപ്പോൾ ഈ ഓർഗാനിക് കോമ്പൗണ്ട്സും ഇനോർഗാനിക് കോമ്പൗണ്ട് നമ്മൾ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്, റൈറ്റ്. ടെസ്റ്റ് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ബാക്കിയുള്ള ഓരോ എക്സാമ്പിൾസ് ഒക്കെ പഠിക്കണം. അതാണ് ബയോമോളിക്യൂൾസിനെ പറ്റി. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.